കർണാടകയിൽ ഡി.കെ. ശിവകുമാറും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ജി. പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, മുഖ്യമന്ത്രി വി.ഡി. ಸತೀಶನ್ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. ಈಗ ಪದವಿಯ ಅಧಿಕಾರ ಪದ ಹಾಗೂ ಗೌಪ್ಯತಾ ಪ್ರಮಾಣ ವಚನವನ್ನು ಬೋಧನೆ ಮಾಡಲಿದ್ದಾರೆ. ನಾನು ಡಿ.ಕೆ. ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಿನಾದ ನಾನು ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീധരൻ, സംഘാടകൻ എന്ന നിലയിൽ വലിയ വിജയം കൈവരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയത്തിലൂടെ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നുള്ള ചരിത്ര വിജയമാണ് ഡി.കെ. ശിവകുമാറിന് സ്വന്തമാക്കേണ്ടിയിരിക്കുന്നത്. എന്തൊക്കെ വെല്ലുവിളികളാകും സർക്കാരിന് മുൻപിലുണ്ടാവുക? അക്ഷയ, ഡി.കെയെ സംബന്ധിച്ച് ഇതൊരു സ്വപ്ന സാഫല്യമാണ്. കാത്തിരുന്ന് കിട്ടിയ മുഖ്യമന്ത്രി പദം. കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോൾ മന്ത്രിസഭാ യോഗം വിധാൻ സൗദയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രൗഢഗംഭീരമായിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്. കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ മുൻനിര നേതാക്കളെല്ലാം എ.ഐ.സി.സിയുടെ നേതാക്കൾ പങ്കെടുത്തു. അതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ വി.ഡി. സതീശൻ, രേവന്ത് റെഡ്ഡി, സുഖ്വീന്ദർ സുഖു, അതുപോലെ ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെല്ലാം പങ്കെടുത്തു. ഏതായാലും 2.5 വർഷത്തിന് ശേഷം 2023 സിദ്ധരാമയ്യ അധികാരത്തിലേറുമ്പോൾ 2.5 വർഷത്തിന് ശേഷം അധികാരം ഡി.കെക്ക് കൈമാറുമെന്നായിരുന്നു ധാരണ. അത് പാലിക്കാതെ വന്നതോടെ ബംഗളൂരുവിലും ഡൽഹിയിലുമായി പലതവണ മാരത്തൺ ചർച്ചകൾ നടന്നു. അതിനൊക്കെ ഒടുവിലാണ് കേരള തിരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നത്. ഏതായാലും സിദ്ധരാമയ്യ മാറി നിന്നു. ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരെ തിരഞ്ഞെടുക്കൽ വളരെ ശ്രമകരമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. 14 ഡി.കെ. ഉൾപ്പെടെ 14 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സാമുദായിക സന്തുലനം പാലിച്ചുകൊണ്ട് മന്ത്രിമാരെ തിരഞ്ഞെടുത്തു. മലയാളി സാന്നിധ്യമായി യു.ടി. ഖാദറും അതുപോലെ കെ.ജെ. ജോർജും ആദ്യഘട്ട മലയാളികളുടെ സാന്നിധ്യവുമുണ്ട്. എന്തായാലും ഡി.കെ. ശിവകുമാർ നയിക്കുന്ന മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുകയാണ്.